നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMONAS ക്ലിനിക്, മുക്കം, കോഴിക്കോട്. തുടർച്ചയായിട്ട് വരുന്ന ഡാൻഡ്രഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ ഡാൻഡ്രഫ് എന്തുകൊണ്ടാണ് വരുന്നതെന്നും അതുപോലെ നമുക്ക് വീട്ടിൽ നിന്ന് എങ്ങനെ സിമ്പിളായിട്ട് ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഡാൻഡ്രഫ് എന്ന് പറയുന്നത് തലയോട്ടിയിലുള്ള കോശങ്ങൾ ഇളക്കി വരുന്നതാണ്. ചില ആളുകൾ ഡാൻഡ്രഫ് കൂടുതൽ ഇളക്കി കളഞ്ഞു കഴിഞ്ഞാലും പിറ്റേ ദിവസം കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയോട്ടിയിലുള്ള സെൽസ് തന്നെയാണ് അത് വീണ്ടും ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊരു ദിവസം ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്ക്രബ് ചെയ്ത് കളഞ്ഞാലോ ഒന്നും പിറ്റേ ദിവസത്തേക്ക് ഇല്ലാതിരിക്കുകയൊന്നുമില്ല. ആ ഒരു കോശങ്ങൾ എന്ന് പറയുന്നതല്ല ഫംഗസ് ആയിട്ടുള്ളത്. ചില ആളുകൾ വിചാരിക്കും ആ ഒരു തലയോട്ടിയിൽ കാണുന്ന കോശങ്ങൾ ഫംഗസ് ആണെന്നുള്ളത്. അത് ഫംഗസ് അല്ല. ഫംഗസുകൾ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളാണ് നമുക്ക് ഇളകി വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിൽ കൂടുതൽ ഫംഗസുകൾ വളരുക എന്നുള്ളത്. പലപ്പോഴും പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസും ഉണ്ടാവാറുണ്ട്. അതിലേറ്റവും കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യം എന്ന് പറയുന്നതാണ് മലാസീസിയ എന്ന് പറയുന്ന ഫംഗസ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ തലയോട്ടിയിൽ കൂടുതൽ സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്രന്ഥികളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സെബം പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഓയിൽ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട്. ഈ ഗ്ലാൻഡുകളിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് ഈ ഓയിൽ ഗ്ലാൻഡുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടുതൽ ഡെഡ് സെല്ലുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഡെഡ് സെല്ലുകളാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വൈറ്റ് നിറത്തിൽ നമുക്ക് പൗഡറി ആയിട്ട് പുറത്തേക്ക് വരുന്നത്. ചില ആളുകൾക്ക് ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകും. അത് മഞ്ഞ നിറത്തിലോ അല്ലെങ്കിൽ വളരെയധികം കട്ടിയായിട്ട് കാണപ്പെടുന്നതൊക്കെ ഉണ്ട്. ഇതെല്ലാം സെബോറിക് ഡെർമറ്റൈറ്റിസ് ആവാം. ചില ആളുകളിലൊക്കെ സെബോറിക് ഡെർമറ്റൈറ്റിസോ അല്ലെങ്കിൽ ഡാൻഡ്രഫോ ഒന്നും അല്ല ഉണ്ടാവുക. ചിലപ്പോൾ എക്സിമ പോലെയുള്ള അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഡാൻഡ്രഫ് ആണോ അല്ലെങ്കിൽ സോറിയാസിസ് ആണോ എന്നുള്ളത് കണ്ടെത്തിയിട്ട് അത് ട്രീറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പം നമുക്ക് സാധാരണയായിട്ട് വരുന്ന ഡ്രൈ സ്കാൽപ്പും ഉണ്ടാവും. ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയുന്നത് ഡാൻഡ്രഫ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ തലയോട്ടിയിലുള്ള ഓയിൽ ഗ്ലാൻഡുകൾ വളരെ കുറവായതുകൊണ്ട് മാത്രം എപ്പോഴും ഒരു ഡ്രൈനെസ്, ഇപ്പം നമ്മുടെ സ്കിന്നിലുള്ള പോലെ തന്നെ ഡ്രൈനെസ് തലയിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഡ്രൈ സ്കാൽപ്പ് ഉണ്ടായേക്കാം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നതാണ് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുക എന്നുള്ളത്. ഏതെങ്കിലും നല്ല തരത്തിലുള്ള ഓയിൽ, ഇപ്പോൾ സാധാരണ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് പറയുന്നത് അർണിക്ക, ജബറണ്ടി പോലെയുള്ള ഓയിൽസ് അല്ലെങ്കിൽ റോസ്മെരി പോലെയുള്ള ഓയിലൊക്കെ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അത് ഓരോരോ വ്യക്തികൾക്കും ഓരോന്നായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഓയിൽ നമുക്കൊന്ന് ചെറിയ തരത്തിൽ ചൂടാക്കിയിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയാണെങ്കിൽ, കുളിക്കുന്നതിന് മുമ്പ് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് എന്നിട്ട് ഒരു നാച്ചുറൽ ഷാമ്പു അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലാത്ത ആളുകളിലാണെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുക. ഡെർമറ്റൈറ്റിസ് ഉണ്ടെങ്കിൽ, എക്സിമ ഉണ്ടെങ്കിൽ, അതുപോലെ സോറിയാസിസ് ഉണ്ടെങ്കിൽ, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം ഓൾറെഡി ഓയിൽ ഗ്ലാൻഡ് കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഡാൻഡ്രഫ് ഉണ്ടാകുന്നത്. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യരുത്. കൂടുതൽ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടാവാൻ ചാൻസേ ഉണ്ടാവുള്ളൂ. ചില ആളുകളൊക്കെ ചെറിയ തരത്തിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുന്ന ആളുകളുണ്ടാകും കുളിക്കുന്നതിന് മുന്നേ. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ലൊരു ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഡെയിലി വാഷ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കൂടുതൽ ഓയിലി ആവാനും അത് കാരണം ഡാൻഡ്രഫ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകളൊക്കെ ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും തല വാഷ് ചെയ്യുന്ന ആളുകളുണ്ടാകും. പക്ഷേ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്തതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ചില ആളുകൾ ഹാർഡ് വാട്ടറൊക്കെ ആയതുകൊണ്ട് ഓൾട്ടർനേറ്റ് ഡെയിലി വാഷ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും കൂടുതലും നമ്മൾ വാഷ് ചെയ്യുന്ന ഡേയ്സിൽ നല്ല രീതിയിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആളുകൾ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെ കൂടുതൽ എക്സസൈസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഓയിൽ പ്രൊഡക്ഷൻ കൂടാനും അത് കാരണം കൂടുതൽ ഡാൻഡ്രഫ് വരാനും ചാൻസ് ഉണ്ട്. ജിമ്മിൽ പോകുന്ന ആളുകൾ, വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ, സ്പോർട്സ് ചെയ്യുന്ന ആളുകൾ, അമിതമായിട്ട് നമ്മൾ ബോഡി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ അമിതമായിട്ട് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ സ്വെറ്റ് തലയിൽ കൂടുതലായിട്ട് ക്ലോഗ് ചെയ്യാനും അത് കാരണം നമുക്ക് ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്യാനും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് വാഷ് ചെയ്തിട്ട് മാത്രം കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഹെയറിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ പലതരത്തിലുള്ള സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ കെരാറ്റിൻ പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക, ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഡാൻഡ്രഫ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ പല കെമിക്കൽസും നമ്മുടെ തലയിലുള്ള ഫംഗസും ബാക്ടീരിയാസും കൂടാനൊരു ചാൻസ് ഉണ്ടാകുന്ന കാരണം നമുക്ക് കൂടുതൽ ഡാൻഡ്രഫ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെ തുടർച്ചയായിട്ട് സ്ട്രെസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ള ആളുകൾ, സൈക്യാട്രിക് മെഡിക്കേഷൻസ് എടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ കൂടുതലായിട്ടും ഡാൻഡ്രഫ് കൂടി വരുന്നത് കാണാറുണ്ട്. അത് ചില മെഡിക്കൽ കണ്ടീഷനിൽ മാത്രമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഉള്ളത് ചില ആളുകളിൽ
എന്തൊക്കെ ഷാമ്പു യൂസ് ചെയ്തിട്ടും ഈ ഒരു ഡാൻഡ്രഫ് മാറാതെ വന്നേക്കാം. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഗട്ട് ഹെൽത്ത്, നിങ്ങൾക്ക് വയറിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് നോക്കണം. കാരണം ഡാൻഡ്രഫ് ഉണ്ടാവാൻ പലതരത്തിലുള്ള ഫംഗസുകളും കാരണമാവുന്നുണ്ടെങ്കിലും അതിൽ മലേസേസിയ എന്ന് പറയുന്ന ഫംഗസ് ഏറ്റവും കൂടുതൽ കാണപ്പെടാറുണ്ട്. അത് കൂടുതൽ വരാനുള്ളൊരു ചാൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എങ്കിൽ, നമുക്ക് ദഹന വ്യവസ്ഥ പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് കൂടുതലും ഈ ഒരു ഫംഗസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അതുപോലെ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ വയറിൽ എന്തെങ്കിലും ക്രോണിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ആൾ, IBS പോലെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക്, സീലിയാക്ക് ഡിസീസ് ഉണ്ടെങ്കിൽ, ക്രോൺസ് ഡിസീസ് പോലെ പ്രശ്നങ്ങളുള്ളവർക്ക്, അസിഡിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഹൈപ്പോ അസിഡിറ്റി ആവട്ടെ ഹൈപ്പർ അസിഡിറ്റി ആണെങ്കിലൊക്കെ ഫംഗൽ ഗ്രോത്ത് കൂടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയും കൂടെ ഫോളോ ചെയ്യണം. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് പ്രോബയോട്ടിക്കുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ വെജിറ്റബിൾസ് അതുപോലെ ഫൈബർ ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡെയിലി നമ്മൾ നല്ല രീതിയിലൊരു ഭക്ഷണം കൂടെ പ്രോപ്പർ ആക്കുകയാണെങ്കിൽ, അധികം ഓയിലി ഫുഡ് കഴിക്കുന്നത് കുറച്ചിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഭക്ഷണ രീതി കൂടെ ഇതിൻ്റെ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡാൻഡ്രഫ് കംപ്ലീറ്റ്ലി മാറത്തുള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. അതിലൊന്നെന്ന് പറയുന്നത്, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഷാമ്പു, നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഷാമ്പു അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പുവിലേക്ക് നമുക്ക് ടീ ട്രീ ഓയിൽ ആഡ് ചെയ്യാന്നുള്ളൊരു 3 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തിട്ട് ആ ഷാമ്പൂവിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ തലയിൽ ഒരു 5 മിനിറ്റ് നേരം പിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മൈൽഡ് ആയിട്ട് ഡാൻഡ്രഫ് ഉള്ള ആളുകൾക്ക് നല്ല രീതിയിൽ ഇത് കുറയാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഇതൊരു ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയലൊക്കെ പ്രോപ്പർട്ടി ഉള്ളതാണ് ടീ ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അധികമായിട്ടുള്ള ഫംഗസിനെ നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പം ഒരു മൈൽഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് മെഡിസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, കൂടുതലും ഈ തരത്തിൽ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെ നമുക്ക് ഈ ടീ ട്രീ ഓയിൽ ഷാമ്പൂവിൽ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് എഗ് വൈറ്റിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കണ്ടീഷനിങ് എഫക്റ്റും കിട്ടും, നമ്മുടെ തലയിലുള്ള ഡാൻഡ്രഫും കുറഞ്ഞു കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉലുവ അരച്ചിട്ട്, നമുക്ക് ഉലുവ അരച്ചതിന് ശേഷം അതിലേക്ക് ടീ ട്രീ ഓയിൽ ആഡ് ചെയ്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഉലുവയും എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ തല എപ്പോഴും നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെമ്പരത്തി താളി പോലെയുള്ളതൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ചില ആളുകൾ ഒരുപാട് ലെമൺ അപ്ലൈ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷേ ശരിക്കും തലയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ലെമൺ കൂടുതൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ ലെമൺ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞുള്ള ടീ ട്രീ ഓയിലോ അല്ലെങ്കിൽ ഷാമ്പൂയിലോ അല്ലെങ്കിൽ ഉലുവയിലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ 2-3 തുള്ളിയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പോയാൽ ചെറിയൊരു 1/2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്കിത് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമഡ് കണ്ടീഷനാണോ, എക്സിമയാണോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതേപോലെ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റൂടെ, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി കൂടെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കത് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നല്ല രീതിയിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കഴിക്കാനും, അധികം വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും, ഓയിലി ഫുഡ്സും ജങ്ക് ഫുഡൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. അതുപോലെ പ്രോബയോട്ടിക് കഴിക്കുന്ന പോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്. ഡാൻഡ്രഫ് ഉള്ള പല ആളുകൾക്കും omega-3 ഫാറ്റി ആസിഡ്സ് എടുക്കുന്നതിലൂടെ നല്ല രീതിയിൽ ശമനം കിട്ടാറുണ്ട്. അപ്പോൾ അത് omega-3 ഫാറ്റി ആസിഡ് ഡെയിലി 1 എടുക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഫിഷ് നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് ചിയ സീഡ്സ് കഴിക്കുകയാണെങ്കിലൊക്കെ അത് മതി. അല്ലെങ്കിൽ ഫാറ്റി ഫിഷുകൾ കഴിക്കുകയാണെങ്കിൽ അത് തന്നെ മതി, നമുക്ക് ടാബ്ലറ്റ് രൂപത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ രീതിയിലൊക്കെ മാനേജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡാൻഡ്രഫ് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്